എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം എന്തിനാണ് നാം സ്വീകരിക്കുന്നത്? നമ്മുടെ ജീവന്റെ പരിവർത്തനം, നമ്മുടെ ശരീരപരമായുള്ള വളർച്ച സംഭവിക്കുന്നത് നമുക്കറിയാം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഭൂമി നൽകുന്ന ഭക്ഷണമാകുന്ന ക്രമീകരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരഘടന നിലനിന്നു പോകുന്നത്. നമ്മുടെ ജീവന്റെ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൃഷ്ടിയുടെ ഒരടിസ്ഥാന പ്രക്രിയയിലാണ്. ഈ സൃഷ്ടി എന്താന്ന് ചോദിച്ചാൽ അതിനൊരർത്ഥവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് നിലവിലില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് നമുക്കതിനെ ഒരു വ്യാഖ്യാനം കൊണ്ടും അതിനെ നമുക്ക് അർത്ഥമാക്കാൻ പറ്റില്ല. ഒരു മായമാണ് ഇത്, ടോട്ടലി ഒരു മായയാണ്. അതിൻ്റെ ഡെപ്ത് ഒരു ഹയർ സ്റ്റേറ്റിലെ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. അതറിയുമ്പം എല്ലാം ഒരു പ്രതിഭാസമായി തീരും. അപ്പം ഈ സൃഷ്ടിയുടെ അംശമായിരിക്കുന്ന അംശം എന്ന് പറയുമ്പോൾ നിങ്ങളും അതും തമ്മിലൊരു വ്യത്യാസമില്ല, ഭാഗമാണ്. ഇത് നിലകൊള്ളുന്നത്, ഇതിന് സദാസമയം പരിവർത്തനം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയങ്ങളിൽ ആ വ്യക്തിയുടെ വളർച്ച വളരെ വലുതായിരിക്കും. എന്നാൽ അത് പ്രായമെത്തുന്നിടത്തോളം ശരീരം എന്ത് ചെയ്യും? അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഘടകങ്ങൾ എന്ത് ചെയ്യും? ശേഷിക്കാൻ തുടങ്ങും. അതിനുശേഷം നമുക്കത് വീണ്ടും ചെറുപ്പ സമയത്തെ പോലെ അത് ഉൽപ്പതിച്ചു വരില്ല. അതിനൊരു പുതുനിർമ്മാണം സംഭവിക്കില്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഇവിടെ അത് സംഭവിക്കുന്നുണ്ട്. അതൊരു ധ്വനിയാൽ സംഭവിക്കുന്നു, അതൊരു നാദമായിട്ട് സംഭവിക്കുന്നു. ആ നാദത്തിലാണ് സർവ്വതും നിലകൊണ്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് നാം നാദബ്രഹ്മം എന്ന് പറയുന്നത്. അത് നമ്മളിലും സംഭവിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സ്പർശിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ ഉണരുന്നത്. ഈ ജീവൻ ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പരമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മളൊരു നിരീക്ഷകനെ പോലെ, ഒരു സാക്ഷിയെ പോലെ നിന്ന് കാണുവാൻ ആരംഭിക്കും. നമ്മൾ എത്ര കർമ്മസിദ്ധാന്തത്തിനെ പഠിച്ചാലും, നമ്മുടെ ഈ ഭാരതത്തിൽ ജനിച്ചവർക്കെല്ലാം അറിയാം കർമ്മം, മുക്തി, ദൈവം, എല്ലാ തിയറീസും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാണാൻ പാഠമാണ്. അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് കർമ്മമാണ്, മുക്തിയാണ്, പ്രാരാബ്ധം കൊണ്ടാണ് ഇതുണ്ടാവുന്നത്, എല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്കിതിൻ്റെ അടിസ്ഥാനത്തെ നമ്മളൊരിക്കലും സ്പർശിക്കാത്തതുകൊണ്ട് ആന്തരികപരമായുള്ളൊരു സാധനം നടക്കാതെ പറ്റില്ല. ഇപ്പം ഈയിടയ്ക്ക് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കാര്യം കേട്ടു. ഒരു വലിയൊരു സ്വാമി, അദ്ദേഹം കുറച്ച് അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു സ്വാമിയാണ്. എനിക്ക് പറയുമ്പം അതിന് കുറച്ച് കുറ്റബോധമുണ്ട്, എന്നാലും അത് അറിയുവാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം ആശ്രമത്തിൽ വന്നു, ജോയിൻ ചെയ്ത് ഏകദേശം ഒരു 23 വർഷത്തോളം അവിടെ സാധന അഭ്യസിച്ച് പോവുകയും അവിടുത്തെ മുതിർന്ന സ്വാമി അദ്ദേഹം സമാധിയിലേക്ക് പോവുകയും അതിനുശേഷം, അതിന് സമാധി എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഫോർ അദ്വൈതികളുടെ രീതിയിൽ അവർ ശരീരം വെടിയുന്നത് ഒരു ബ്രഹ്മവിദ്യയിലല്ല, അത് സംഭവിക്കുന്നുള്ള രീതിയിലാണ്. അപ്പം ആ രീതിയിൽ അദ്ദേഹം സമാധിയാവുകയും ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും മുതിർന്ന ആ ഒരു സ്ഥാനം ഏറ്റെടുത്ത സ്വാമിയായി തീരുകയും ചെയ്തു. അപ്പം അവിടെ ഈ വൃത്തിയാക്കുവാനും തുടയ്ക്കുവാനും തൂക്കുവാനും ഒക്കെ വരുന്ന ഒരാളുമായി ഇദ്ദേഹം ചില കാര്യങ്ങളിൽ ഏർപ്പെടുകയും വളരെ ഒരു പ്രശ്നവും വിവാദങ്ങളും ഒക്കെ ആവുകയും ചെയ്തു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സന്യാസം സ്വീകരിച്ചാലോ എത്രയോ ആ ഗുരുവിൽ നിന്ന് കർമ്മ സിദ്ധാന്തവും കർമ്മ പശ്ചാത്തലത്തിനെയൊക്കെ കേട്ടതാവും.
സാഹചര്യം വരുമ്പം കർമ്മം നമ്മളിൽ നമ്മുടെ നിശ്ചയത്തിൽ സംഭവിക്കുന്നതല്ല കർമ്മം. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഭയപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഉണ്ടാവും. ആ സാഹചര്യം വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് പുറപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ഏതൊരു വികാരം ഉണ്ടെങ്കിൽ, നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന ആളാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാത്തൊരു വികാരം എപ്പോഴും നിങ്ങളിൽ പ്രകടമാവും. എത്ര നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കാര്യം കണ്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതെടുക്കും. പൂർവ ജന്മ സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് ആന്തരികപരമായ ഒരു സാധന സദാസമയം നടന്നില്ലെങ്കിൽ അത് സാധ്യമാവില്ല. ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. മന്ത്രദീക്ഷ എന്ന് പറയുന്നതും അതൊരു തുടക്കമാണ്. ഊർജത്തിനെ അഴിവുള്ളതാക്കി തീർക്കുകയും, ഗുരു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിസിക്കൽ അല്ല, അതൊരു നോൺ ഫിസിക്കലാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആ ഊർജത്തെ അനുഭവിക്കാം. അരികിലെത്തുമ്പം മാത്രമല്ല നിങ്ങൾക്ക് ഊർജത്തിന്റെ പ്രസൻസ് ഉണ്ടാവുന്നത്, അല്ലെ ആ ഒരു സാമീപ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നത്. അത് എല്ലാ സമയത്തും നിങ്ങൾക്ക് അത് കിട്ടും. അത് അനുഭവിക്കാൻ അതിനുള്ളൊരു സാധ്യത തുറക്കപ്പെടും. എപ്പോഴും ഈ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നല്ല, നമ്മളൊരു അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്വീകരിക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ അവിടെ ഒരു ഇടം കൊടുത്താലല്ലേ നമുക്ക് അവിടെ ഒരു സാധ്യത തുറക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുകയും ചില ക്രമീകരണത്തിലൂടെ ഗുരു വേറെ തലങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. ഇപ്പം രാജയോഗയുടെ ദീക്ഷയൊക്കെ ഞാൻ നൽകുന്നതിൽ അതൊരു വൺ ടൈം പ്രോസസ്സാണ്. പക്ഷേ സദാസമയ പ്രസൻസ് കിട്ടും. അവർ ബ്രാഹ്മിയിലൊക്കെ വരുമ്പോൾ അവർ പറയും, ഗുരുജി ഇത് 21 days കഴിഞ്ഞു, ഇനി ആ പ്രസൻസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ ചില ഈവൻസി വരുമ്പോൾ ആ ഈവൻസി മാത്രം കിട്ടും. ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെ നിരന്തരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. പറയുന്ന രീതിയിൽ അച്ചടക്കമുണ്ടെങ്കിൽ ഒരു ഉയർന്ന ദീക്ഷ നൽകാം. നിങ്ങളുടെ മുക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു. അതവരിൽ തന്നെ ആ ഊർജം, ആ പ്രസൻസ്. എന്തിനാണ് പ്രസൻസിൻ്റെ ആവശ്യം? നിങ്ങൾ മുക്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മാർഗം അൾട്ടിമേറ്റ് ആയിട്ടും ഈ ജീവനെ ഈ ഒരു ഇതിൽ നിന്ന് കടത്തി ഉയർന്നൊരു തലത്തിലേക്ക് എത്തിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം നിങ്ങളിൽ പ്രവർത്തിക്കരുത്. കർമ്മം ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ അത് പ്രകടമാവും. നിങ്ങൾ എത്ര കർമ്മത്തിലല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവും മനസ്സിനെയും ശരീരവും ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങളൊരു ഉയർന്ന ബോധ തലത്തിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ അവബോധം സദാസമയം പ്രകടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിന് അവിടെ പ്രാധാന്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചെയ്തതിൻ്റെ എല്ലാ തലങ്ങളെ അറിയാൻ പറ്റും. പലരും ഈ ഒരു തലങ്ങളിലേക്ക് ഇത് പറഞ്ഞില്ല, ആത്മീയപരമായുള്ള കാര്യങ്ങളൊന്നും തന്നെ നിസ്സാരമല്ല. അതിനത്രത്തോളം ഒരു പരിശ്രമം ആവശ്യമുണ്ട്. നിങ്ങളുടെ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്രത്തോളം ഇതിനെ കൊണ്ടുപോകാനും അതിനുമായിട്ട് ചേർന്ന് പോകാനും ഒരു അച്ചടക്കം വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും എന്നോട് കൂടുതൽ അടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അവര് കൂടുതൽ എന്നോട്ട് അടുക്കുമ്പോൾ അവർക്കെല്ലാം കരയാനേ സമയം കാണുള്ളൂ. എൻ്റെ ശിഷ്യർക്കെല്ലാം തന്നെ അവർക്ക് നന്നായി അറിയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരും കേൾക്കുന്നുണ്ട്. അവരെ അത്രത്തോളം ആ ഒരു വൈരാഗ്യത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇതൊരു കച്ചവട മാർഗമല്ല. നിങ്ങൾ ഒരു മന്ത്രം പഠിപ്പിച്ചു, അല്ലെ നിങ്ങൾക്ക് വെറും ഒരു ആസന പറഞ്ഞു തന്നു, ഇങ്ങനെയുള്ള ഒരു ക്രമീകരണമേ അല്ല ഇത്. ഇവിടെ അവരെ തന്നെ എന്ന് വെച്ചാൽ ഇതിന് അത്രത്തോളം വേണ്ടത്ര ഉൾക്കൊള്ളലുണ്ടാവണം. ചുറ്റുപാടിൽ നടക്കുന്ന ഒരു സാമൂഹികമായ ഒരു നാടകീയം പോലല്ല ആത്മീയത. അവിടെ അത്രയേറെ ആ ഗുരുവിൻ്റെ ഇച്ഛ എന്ന് പറയുന്ന അവരെ വൈരാഗികളാക്കി തീർക്കുക എന്നുള്ളതാണ്. അവരെ പൂർണ്ണത്വത്തിലേക്ക് നയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ഇത് ചെയ്യിക്കുകയല്ല, അവരെ ലോകം മുഴുവനും തെറ്റാന്നുള്ളത് കാണിക്കല. ലോകത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയിലും നമ്മൾ സ്വർഗത്തിനെ കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. മണ്ണിൽ നിന്ന് കഴിക്കുന്നു, മണ്ണിലേക്ക് പോകുന്നു. എന്നാൽ ഈ മണ്ണ്, ഇതിന്റെ അടിസ്ഥാന പ്രക്രിയ, നമ്മളിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, ഈ ജീവൻ എങ്ങനെ ഇതിൽ ഇൻവോൾവായി. മരണവും ജനനത്തിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഇല്ല. മരണത്തെയും ജനനത്തെയും ആർക്കും തന്നെ തടുക്കുവാനും പറ്റില്ല. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പ്രാണനെ തൊട്ടുകൊണ്ട് പ്രാണൻ എങ്ങനെയാണ് അത് സമ്പൂർണ്ണമാകുന്നതെന്നുള്ള പൂർണ്ണത്വത്തിൻ്റെ മാർഗം അവരിലേക്ക് തെളിയിക്കുവാനായിട്ടുള്ള വൈരാഗികളാണ് ആക്കി തീർക്കുന്നത്. അതാണ് യഥാർത്ഥ ആധ്യാത്മികതയുടെ സത്യം എന്ന് പറയുന്നത്. യഥാർത്ഥ ആധ്യാത്മികതയുടെ സത്യമുള്ള ഗുരുക്കന്മാരൊന്നും തന്നെ നിങ്ങളെ പ്രീതിപ്പെടുത്തുന്നവരായിരിക്കില്ല. അവരിൽ നിന്നും ഒളിച്ചോടി പോകാനേ എപ്പോഴും ശ്രമം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അവർ അത്രത്തോളം ആ ഒരു ബോധത്തിലേക്ക് നയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടേറിയ കാര്യമാണ്. അതിനാൽ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. മന്ത്രദീക്ഷ എടുത്തിട്ട് വെറുതെ എവിടെയെങ്കിലും പോയിരുന്ന് ജപിക്കാനല്ല, അതുമായി ചേർന്നുകൊണ്ട് പോകുന്നൊരു പ്രക്രിയയാണ് ഉണ്ടാക്കുന്നത്. ഒരു ശബ്ദം എന്ന് പറയുന്നത്
ഒരു വ്യക്തി തന്നെ, ആ ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷൻ്റെ ഒരു സാധ്യത തന്നെയാണ്. അപ്പം ഗുരു നൽകുന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ ശബ്ദധ്വനി അത് നിങ്ങളുടെ ഉള്ളിൽ സദാസമയം കമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കമ്പനം തന്നെ സംഭവിക്കും. ഈ കമ്പനമാണ് നിങ്ങളുടെ മനസ്സില്ലാത്തത്. ഈ കമ്പനം നിങ്ങളുടെ ജീവനാണ്. ഇത് തന്നെയാണ് സൃഷ്ടിയും. ഇതിനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ജ്യോതിയിലാണ് നിങ്ങൾ അലിയുന്നത്. ഇതാണ് ജീവന്റെ ഉയർന്ന സാധ്യതയും. നമസ്കാരം.